ഹലോ ഹായ് വെൽക്കം ടു ബിയാദി എക്സ്പ്ലോറർ. ഇതെൻ്റെ അയർലൻഡിലെ സെക്കൻഡ് വ്ളോഗാണ്. ഇന്ന് ഞാൻ ചെറിയൊരു ഷോപ്പിംഗ് കറക്കമൊക്കെ ആയിട്ട് പുറത്തോട്ട് പോവുകയാണ് എൻ്റെ കൂട്ടുകാരിയായിട്ട്. അവളെ എൻ്റെ ഫസ്റ്റ് വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, എൻ്റെ ചൈനീസ് ഫ്രണ്ട് ഷൂട്ടിംഗ്. ഇന്നിപ്പോൾ ഇറങ്ങിയപ്പോൾ നല്ല മഴ. ഇവിടെ ഇപ്പോൾ നാട്ടിൽ മഴ പെയ്യുന്ന പോലല്ല, ഇവിടുത്തെ മഴയെന്ന് പറയുമ്പോൾ ഒരു വൃത്തികെട്ട മഴയാണ്, ഭയങ്കര തണുപ്പാണ് അതിൻ്റെ കൂടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ഷോപ്പിംഗ് വ്ളോഗാണ്. സിറ്റി സെൻറ്ററിൽ പോകുന്നതുകൊണ്ട് ഞാനത് വീഡിയോ ആക്കാമെന്ന് കരുതിയത്. കാരണം ഈ ചാനൽ കാണുന്ന കുറച്ച് പേർക്ക് അയർലൻഡിൽ വരുന്നുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആകും. ഈ ഡബ്ലിൻ സിറ്റി സെൻറ്ററിനകത്ത് ആ ഒരു ഏരിയ ഉണ്ട്, ഈ സ്പൈർ ഓഫ് ഡബ്ലിൻ്റെ അടുത്തായിട്ടുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോഴും ന്യൂ ആയിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ, സ്റ്റുഡൻ്റായിട്ടോ ജോലിക്കോ ഒക്കെ ആവശ്യമായിട്ട് ഡബ്ലിനിൽ എത്തുന്നുണ്ടെങ്കിൽ ഈ സിറ്റി സെൻറ്ററിൽ വന്നാൽ മതി നമുക്ക് എന്ത് സാധനങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ ഷോപ്പിംഗ് സെൻറ്റർ, അതായത് ഷോപ്പിംഗ് മാൾ 2 ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ അറിവിൽ ഒരു 3 ഇന്ത്യൻ സ്റ്റോഴ്സുകളുണ്ട്. പിന്നെ ഇപ്പം ജാക്കറ്റ്സ് ഒക്കെ വാങ്ങണമെങ്കിൽ പെനീസ് എന്ന് പറഞ്ഞിട്ടും, പിന്നെ അതുപോലെ ബ്രാൻഡഡ് ജാക്കറ്റ്സ് ഒക്കെ വേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ ബ്രാൻഡ്സും ഈ ഷോപ്പിംഗ് മാളിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. മോസ്റ്റ്ലി എല്ലാ ബ്രാൻഡ്സും ഉണ്ട്. എൻ്റെ പ്ലേസിൽ നിന്ന് വരുന്ന ബസ്സിൻ്റെ സ്റ്റോപ്പാണ് ഇവിടെ. ഇത് മോളൻ സ്ട്രീറ്റ് ആണ്. ഈ മോളൻ സ്ട്രീറ്റിലാണ് 40 to 43 ബസ് നിർത്തുന്നത്. സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും ഒക്കെ ഇവിടെ തന്നെയാണ്. ഇവിടെ ഞാൻ ഇതിപ്പോൾ സിറ്റി സെൻറ്ററിലോട്ട് നടക്കുക. ഒരു 5 to 7 minutes എടുക്കും നടക്കാൻ. ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് ചൂസ് ചെയ്ത ദിവസം കുറച്ചൊന്ന് തെറ്റിപ്പോയി. കാരണം ഈ തണുപ്പിൻ്റെ കൂടെ മഴയും കൂടെ പെയ്യുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ജാക്കറ്റും ഇടണം, അതിൻ്റെ കൂടെ നല്ല തണുപ്പുമുണ്ട്, അതിൻ്റെ കൂടെ മഴയും ഉണ്ട്. അപ്പോൾ പ്രത്യേക ഫീലാണ് അതിന്. ആദ്യമൊക്കെ നമുക്ക് വരുമ്പം നല്ല ഇഷ്ടപ്പെടും, ഓക്കെ ഇത് നല്ല രസമുണ്ടെന്നൊക്കെ തോന്നും. പക്ഷേ നമ്മൾ ജീവിച്ച് കുറേ നാളാകുമ്പോൾ നമുക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും, ഈ മഴയും തണുപ്പും കൂടെ ഒന്നിച്ച് വരുന്നത്. ഇതാണ് ഇവിടുത്തെ ട്രാമിന്, അതായത് ലുവാസിന് പോകാനുള്ള റെയിൽ. അത് റോഡിലൂടെ തന്നെയാണ് പോകുന്നത്. ഞാൻ വേറെയും യൂറോപ്യൻ കൺട്രീസിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, പക്ഷേ കുറച്ചും കൂടെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് ഞാൻ ഇവിടെ കണ്ടത്. അതായത് ട്രാമിൻ്റെ ലുക്കൊക്കെ കുറച്ച് മോഡിഫൈഡ് ലുക്കാണല്ലോ, ഒരു മെട്രോയുടെ ലുക്കൊക്കെ ഉണ്ട് ഇവിടുത്തെ ലുവാസിന്. ഇതാണ് സ്പൈർ ഓഫ് ഡബ്ലിൻ, അല്ലെങ്കിൽ മോണുമെൻ്റ് ഓഫ് ലൈറ്റ് എന്നറിയപ്പെടുന്ന ഒരു മെയിൻ അട്രാക്ഷൻ ഓഫ് ഡബ്ലിൻ. ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോണുമെൻ്റ് ഇവിടെ ഉണ്ടായിരുന്നു. അതായത് നെൽസൺസ് പില്ലർ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അത് 1966 ഒരു ബോംബാക്രമണത്തിൽ നശിപ്പിക്കപ്പെടുകയും പിന്നീട് 2003 കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കിയ ഒരു സ്ട്രക്ചറാണ് ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ 120 മീറ്റർ ഉയരത്തിലായിട്ടുള്ള ഈ സ്പൈർ ഓഫ് ഡബ്ലിൻ എന്ന് പറയുന്ന മോണുമെൻറ്റ്. ഇതാണ് എനിക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ ഗൂഗിൾ പറഞ്ഞു തന്ന ഇൻഫർമേഷൻ. എന്തായാലും ഞാൻ സിറ്റി സെൻറ്ററിലെത്തി. എന്നും ഈ സ്പൈർ ഓഫ് ഡബ്ലിൻ കടന്നു വേണം എനിക്ക് എവിടെ വേണമെങ്കിലും പോകാൻ. ഈ സ്പൈറിൻ്റെ അടുത്തുള്ള പെനീസ് എന്ന് പറഞ്ഞ ഷോപ്പാണ് എൻ്റെയും ഷൂട്ടിങ്ങിൻ്റെയും മീറ്റിംഗ് പോയിൻറ്റ്. ഞങ്ങൾ അവിടെയാണ് എപ്പോഴും കണ്ടുമുട്ടുന്നത്. സോ ഞാൻ നേരെ പെനീസിലോട്ടാണ് പോയത്. അവിടെ വെച്ച് അവളെ മീറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് നോട്ടീസ് ചെയ്തിട്ട് പറയാൻ ഓർത്തൊരു കാര്യം ഞാൻ പറയാം. ഇവിടെ വരുന്നവരെല്ലാം 365 ദിവസവും ജാക്കറ്റും കുടയും കയ്യിൽ കരുതിയിരിക്കണം. കാരണം എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ നാട്ടിലും മഴ കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ എല്ലാ ദിവസവും മഴയെ എക്സ്പെക്റ്റ് ചെയ്യേണ്ടി വരത്തില്ല. അവിടെ ഒരു സീസണൽ മഴയായിരിക്കും. നമുക്കറിയാം ഇത്ര മന്ത് തൊട്ട് ഇത്ര മന്ത് വരെ മഴയായിരിക്കും എന്നുള്ളത്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മഴ പെയ്യും. അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ കാറ്റും അടിക്കും, തണുപ്പും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് എനിക്ക് കിട്ടിയൊരു ശീലമാണ് ഈ വെതർ ഫോർകാസ്റ്റിംഗ് നോക്കുന്നത്. പണ്ട് അങ്ങനെ നോക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ നോക്കി അതിനനുസരിച്ചുള്ള ജാക്കറ്റും ഒക്കെ ഇട്ട് അനുസരിച്ചുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ ഡെയിലി പുറത്ത് പോകാറുള്ളത്. അങ്ങനെ ഞാൻ പെനീസിലെത്തി. പെനീസ് എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ ഡ്രസ്, ഷൂസ്, ഗിഫ്റ്റ്, ഹൗസ് ഹോൾഡ് ഐറ്റംസ്, അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ കിട്ടും. ഫുഡ് ഐറ്റംസ് മാത്രം ഇവിടെ അവൈലബിൾ അല്ല. ഫുഡും കൂടെ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ വേറെയുണ്ട്. മാർക്ക് ആൻഡ് സ്പെൻസേഴ്സിൽ കിട്ടും ഫുഡും എലോങ് വിത്ത് ഈ തിങ്സ് എല്ലാം ഉണ്ട്. പിന്നെ ടെസ്കോ എക്സ്ട്രാ എന്ന് പറയുന്നിടത്തും ഈ ക്ലോത്ത്സ്, ഫുഡ്, ഗിഫ്റ്റ്, ഹൗസ് ഹോൾഡ് ഐറ്റംസ്, ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം അങ്ങനെയെല്ലാം അവൈലബിൾ ആയിട്ട് നമുക്ക് അവിടെയും കിട്ടും. അങ്ങനെ കുറച്ച് നേരം എൻ്റെ യൂട്യൂബിന് വേണ്ടി കുറേ വീഡിയോസ് ഒക്കെ എടുത്ത് നിന്നപ്പോഴത്തേക്കും അവൾ വന്നു. The winter woman. The winter woman. It's so hot today, right? It's so beautiful today. So where are we going? We can just 在跟你交流着，他在录那个 vlog。നടക്കുന്നു.拜拜。 ആകെ
I understand only your bye-bye. Yeah. Only bye bye, you know, right? Look. അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഈ സ്പൈർ ഓഫ് ഡബ്ലിൻ്റെ അടുത്ത് തന്നെയുള്ള ഹെൻറി സ്ട്രീറ്റ് എന്നുള്ള സ്ട്രീറ്റിലേക്കാണ് പോയത്. അവിടെയാണ് എല്ലാ ബ്രാൻഡഡ് ഐറ്റംസും ജെർവിസ് ഷോപ്പിംഗ് സെൻറ്ററും ഐലാക് ഷോപ്പിംഗ് സെൻറ്ററും ഒക്കെ ഉള്ളത്. My hair looks so beautiful. So beautiful. My language, Malayalam. Malayalam. I speak Malayalam. Okay. So speak in Malayalam. Ni hao. How to say ni hao? Ni hao means hi. No. Namaskaram. In your language. Namaskaram. Oh, it's difficult. Namaskaram. Namaskar. Namaskaram. Namaskara. Ram. Namaskar. Karam. Oh, Karam. ഹൈക്ക് പ്രത്യേകിച്ച് വേർഡ് വല്ലതും ഉണ്ടോ? It's very difficult to find a suitable. ഷൂട്ടിംഗ് കാങ്. ഞാൻ ഈ മക്ഡൊണാൾഡ്സിൽ വന്നിട്ട് എൻ്റെ ബാഗിൽ തപ്പുന്നത് ഫ്രീ വൗച്ചേഴ്സാണ്. എൻ്റെ അടുത്ത് ഒരു 10-50 ഫ്രീ വൗച്ചേഴ്സ് ഉണ്ട് കോഫി കുടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഞങ്ങളുടെ കൂടെ പഠിച്ച ഫ്രണ്ട് തന്നതാണ്. അവന് മക്ഡിയിലാണ് പാർട്ട് ടൈം ചെയ്യുന്നത്. അവൻ്റെ അടുത്ത് ഒരുപാട് വൗച്ചേഴ്സ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും വന്നാലും ആ വൗച്ചർ ഉപയോഗിച്ചാണ് മക്ഡിയിൽ നിന്ന് കോഫി കുടിക്കുന്നത്. Because your procedure. This is like all McD offers, but it doesn't work here. Thanks to Vishu. Thanks to Vish. Yeah. Yeah. Which coffee do you want? Toffee latte, right? Your toffee latte. The last time. അങ്ങനെ ഞങ്ങൾ പോയി കോഫിയൊക്കെ ഓർഡർ ചെയ്തു. ഞങ്ങൾ നോർമലി കുടിക്കുന്നത് ടോഫി ലാറ്റെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോഫിയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ളതാണ്. എന്നിട്ട് അതിനു വേണ്ടി വെയിറ്റ് ചെയ്തു. പിന്നെ കോഫിയൊക്കെ വാങ്ങി ഞങ്ങൾ ഒരു സീറ്റൊക്കെ കണ്ടുപിടിച്ച് അവിടെ പോയിരുന്നു. No, I will not go. I just. ഞങ്ങൾ അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കായിരുന്നു. ചിരിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ യഥാർത്ഥത്തിൽ കുറച്ച് വിഷമം വരുന്ന കാര്യമാണ് അന്ന് സംസാരിച്ചത്. അതായത് ജനുവരി ആകുമ്പോഴത്തേക്ക് അവൾ തിരികെ ചൈനയിലേക്ക് പോകും, അവളുടെ സ്റ്റഡീസൊക്കെ കഴിഞ്ഞിട്ട്. അതൊക്കെ ഡിസ്കസ് ചെയ്ത് അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. We are separated from so many people. Yeah, life is Life is going. like- Yeah, one day, and stay long time. അങ്ങനെ ഷോപ്പിങ്ങിന് മുന്നേ ഒരു എനർജിക്ക് കോഫി കുടിക്കാൻ വന്ന് ഞങ്ങൾ സംസാരിച്ച് ഉള്ള എനർജിയൊക്കെ കളഞ്ഞ് അവസാനം മൂഡ് ഓഫ് ആയിട്ടാണ് ഞങ്ങൾ പിന്നീട് ഷോപ്പിങ്ങിലേക്ക് പോയത്. ബിക്കോസ് ഇറ്റ്സ് ലൈറ്റ് കളർ. Yeah. This is mine. And that is mine. Oh yeah, that's yours. That's exactly yours. White color. Yeah. It's But off. It's not my color. Oh. Yo, that's my color. Yeah. അങ്ങനെ ഷോപ്പിങ്ങിന് ഒക്കെ കയറി അവൾ പാൻറ് നോക്കുന്നുണ്ട്. അവളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സ്റ്റൈലനുസരിച്ച് ഇവിടുത്തെ ആളുകൾ നല്ല ലെങ്തി പാൻറ്റാണ് ഇടുന്നത്. അപ്പോൾ ഇവൾക്കെന്ന് പറയുമ്പോൾ അവളുടെ ഹൈറ്റിനനുസരിച്ച് ഇവിടെ പാൻറ്റ് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ എപ്പോൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയാലും പാൻറ് ട്രൈ ചെയ്യൽ മാത്രമാണ് ആകെ നടക്കാറുള്ളത്. ഇവിടെ വെച്ചും അവൾ പാൻറ്റൊക്കെ നോക്കിയിട്ടും എല്ലാം ഭയങ്കര ലെങ്ത് ആയിട്ടാണ് അവൾക്ക് ഫീൽ ചെയ്തത്. പിന്നെ നടന്നു വന്നപ്പോൾ അവൾക്കൊരു ജാക്കറ്റ് ഇഷ്ടപ്പെട്ടു. അവളുടെ എക്സ്പ്രഷനൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം അവൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ സൈസും എടുത്തിട്ട് നോക്കും. പിന്നെ അതിനെ കുറേ സ്റ്റൈൽ ചെയ്തും മിററിൻ്റെ ഫ്രണ്ടിലൊക്കെ പോയി നിന്ന് ഒക്കെ നോക്കും. നോക്കിയിട്ട് ഈസ് ഇറ്റ് ഗുഡ് മിയ എന്നൊക്കെ കുറേ തവണ ചോദിക്കും. മിയ എന്നാണ് അവൾ എന്നെ വിളിക്കുന്നത്. അത് നമ്മൾ ഓക്കെ ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. അത് അവൾ വാങ്ങിക്കുകയും ചെയ്യും. Too long for shooting slug. For the small little babies. അതിനുശേഷം ഞങ്ങൾ നേരെ ആ ജാക്കറ്റുമായിട്ട് പേയ്മെൻറ്റ് ഏരിയയിലേക്ക് പോയി. ഞാൻ പാർട്ട് ടൈം ചെയ്യുന്നത് സാറയിലാണ്. സാറ എന്ന് പറയുന്നത് ഇൻഡിടെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റീറ്റെയിൽ ചെയിനിൻ്റെ ഒരു മദർ കമ്പനിയാണ്. അപ്പോൾ ഈ സാറ പോലെ തന്നെയാണ് പുൾ ആൻഡ് ബെയർ, ബർഷ്ക ഒക്കെ ഈ ഇൻഡിടെക്സിൻ്റെ കീഴിലുള്ള കുറേ ബ്രാൻഡ്സ് ആണ്. അപ്പോൾ അവിടെയൊക്കെ എനിക്ക് എംപ്ലോയി ഡിസ്കൗണ്ട് ഉണ്ട്. Rich woman. 49.99 now changes to 37.49.
അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ജെർവിസ് ഷോപ്പിംഗ് സെൻറ്ററിലേക്കാണ് പോയത്. അവിടെ ഇപ്പോൾ കുറച്ച് ക്രിസ്മസ് സെലിബ്രേഷൻസ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ എടുത്ത് ഞാൻ നടന്നു. പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ആ ക്രിസ്മസ് പപ്പ റിയൽ ആണെന്ന് വിചാരിച്ചു. എന്തിനു വിചാരിച്ചു എന്നറിയത്തില്ല, പെട്ടെന്ന് എനിക്ക് അങ്ങ് തോന്നി സഡനായിട്ട്. അതാണ് ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചത്. പിന്നെ അവൾ പറഞ്ഞു ഫേക്ക് ആണെന്ന്. പിന്നെ ബാക്കി ക്രിസ്മസ് കാര്യങ്ങളൊക്കെ കണ്ട് ഞാൻ വീഡിയോസൊക്കെ എടുത്ത് നടക്കുമായിരുന്നു. പിന്നീട് ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിനായിട്ട് പോയത് സ്ട്രാഡിവേരിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിലായിരുന്നു. അവിടെയും പ്രത്യേകിച്ചൊന്നും വാങ്ങാനല്ലെങ്കിലും ഈ കയറി കഴിഞ്ഞാൽ ഷൂട്ടിംഗ് അറിയാതെ എന്തെങ്കിലും വാങ്ങിച്ചു പോകും. കാരണം അവൾ തിരികെ പോകുന്നതുകൊണ്ട് അവൾക്ക് കുറേ ഷോപ്പിംഗ് ഉണ്ട് ഈ ജനുവരിക്ക് മുന്നേ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ചിരിച്ചത്. പിന്നീട് അവളുടെ സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോയി. ഞാൻ ഇവിടെ വെറൈറ്റി ആയിട്ട് കണ്ടൊരു റിങ് കാണിച്ചതാണ്. ഈ ഒരു റിങ് എനിക്ക് കൊച്ചിയിലെ ഞാൻ ദുബായിൽ വെച്ച് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും അത് നാട്ടിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പണ്ടേ ഉള്ളൊരു ഫാഷന്. അത് പിന്നീട് ഞാൻ കാണുന്നത് ഇവിടെ വന്നിട്ടാണ് ഒരു വാച്ച് തന്നെ റിംഗ് ആയിട്ട് ഇടാൻ പറ്റുന്നത്. അവൾ വീണ്ടും അവളുടെ മെയിൻ പരിപാടിയായ പാൻറ് സെർച്ചിങ്ങിലേക്ക് പോയി. പിന്നെ ഞാൻ വന്ന് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടൊരു ബെൽറ്റ് അവിടെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കി. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അവളൊരു ബ്ലാക്ക് ജാക്കറ്റ് ഇട്ട് നിൽക്കുന്നു. നോർമലി അങ്ങനെ അവൾ ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഡാർക്ക് കളർ പ്രിഫർ ചെയ്യാത്ത ആളാണ്. അപ്പോൾ ഇതെന്തോ അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നല്ല വാം ആയിട്ടുണ്ട് ബിയ, ഞാനത് വാങ്ങിക്കണമെന്ന് ആലോചിക്കുമെന്ന്. പിന്നെ അവളുടെ കുറേ ചിരിയും ഒക്കെ ഉണ്ട്. അത് കാണുമ്പോൾ ഇപ്പോൾ എനിക്കറിയാം ഈ ഒരു വർഷത്തെ പരിചയം വെച്ചിട്ട് ഇതിപ്പോൾ ഇവൾ വാങ്ങിക്കാൻ പോവാന്നുള്ളത്. അങ്ങനെ ക്യാപ്പും ഒക്കെ വെച്ച് അതിനെ കുറച്ച് നേരം മിററിലൊക്കെ നോക്കി അവസാനം അത് വാങ്ങിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ അതിൻ്റെയും പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പേയ്മെൻറ്റ് ഏരിയയിലേക്ക് പോയി. Accept. It's oh my god. Oh, I feel tired. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലേക്ക് പോവാമെന്ന് തീരുമാനിച്ചിറങ്ങി. It's too heavy. It's so dark. I feel so tired. I know you will be tired. Now it's 4:30 and it's dark. And this lady has heavy luggage with her. Oh. Look at her. Now, regret. Yeah, I'm going to say that you are regretting now. Look at the Christmas lights. Yeah, it's too heavy. Because only 2 coats. The coats are heavy. അതായത് ഞങ്ങൾ പോകുന്ന ഈ ചൈനീസ് റെസ്റ്റോറൻ്റ് ഉള്ളത് ഞാൻ രാവിലെ വന്ന ആ സ്ട്രീറ്റിലാണ്. അതായത് ഡബ്ലിൻ പോർട്ടിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ആ ഒരു സ്ട്രീറ്റിലാണ്. കാരണം അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഹെഡ്രി സ്ട്രീറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ റോഡ് തിരികെ ക്രോസ് ചെയ്താൽ മതി. ഈ കാണുന്നതാണ് ഡബ്ലിൻ പോർട്ടൽ. ഇതെന്ന് പറഞ്ഞാൽ ഈ റീസെൻ്റ്ലി ഒരു 4-5 മാസമേ ആയിട്ടുള്ളൂ സ്റ്റാർട്ടായിട്ട്. ഇത് വേറൊരു സിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പോർട്ടലാണ്. ഇത് ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പം ന്യൂയോർക്കുമായിട്ടായിരുന്നു കണക്ട് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് ന്യൂയോർക്കായിട്ടുള്ള കണക്ഷൻ പെർമനൻ്റ്ലി ഷട്ട് ഡൗൺ ചെയ്തു എന്നുള്ളതാണ്. റീസെൻ്റ്ലി ഞാൻ നടന്നു പോയപ്പോൾ കണ്ടതാണ് ലിത്വാനിയയുടെ എന്തോ ഒരു ഫ്ലാഗായിരുന്നു ഈ പോർട്ടലിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടു ലിത്വാനിയയും പോളണ്ടും ഒക്കെ ആയിട്ടാണ് ഇപ്പം ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ന്യൂയോർക്കിലേത് റീലൊക്കേറ്റ് ചെയ്തത് ഫിലാഡൽഫിയയിലോട്ടാണ്. എന്തായാലും അതായിരുന്നു ഡബ്ലിൻ പോർട്ടൽ. എന്തായാലും ഈ അട്രാക്ഷൻസ് ഒക്കെ കണ്ട് ഞങ്ങൾ യാങ് ഗോഫു ഹോട്ട് സ്പൈസി ഡിപ്പ് എന്ന് പറഞ്ഞ് ചൈനീസ് റെസ്റ്റോറൻറ്റിലെത്തി. അങ്ങനെ ഞാൻ തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യേണ്ടത്. അവൾ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ പ്രൊനൗൺസിയേഷൻ ഞാൻ മറന്നുപോയി. ഈ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയ സമയത്ത് ആദ്യമായിട്ട് വന്ന റെസ്റ്റോറൻറ്റ് ഇതാണ്. ഇവിടുത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. ആ ബൗളിൽ നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ എടുത്ത് കൊടുക്കുക. അതിനെ അവർ ലൈവായിട്ട് തന്നെ ഒരു സൂപ്പ് പോലെ ആക്കി തരും. നമ്മൾ ഇതിനകത്ത് ന്യൂഡിൽസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്, മീറ്റ്, വെജിറ്റബിൾസ്, അതുപോലെ തന്നെ സീ ഫുഡ് ഐറ്റംസ് ഉണ്ട്, പിന്നെ മഷ്റൂംസ് ഉണ്ട്, എഗ്ഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതെല്ലാം ആഡ് ചെയ്തിട്ട് കൊണ്ട് കൊടുക്കുമ്പോൾ അതിനെ അവരൊരു സൂപ്പ് കൺസിസ്റ്റൻസിയിൽ ഒരു ഫുഡാക്കി തരും. അതായത് ഒരു നൂഡിൽസ് സൂപ്പ്. നമ്മുടെ ഇന്ത്യൻ ടേസ്റ്റ് ബഡ്സിനൊക്കെ പറ്റിയ ഒരു ടേസ്റ്റാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇന്ന് ഒരു സെക്കൻഡ് ടൈം ഞങ്ങൾ ഇവിടെ തന്നെ വരാമെന്ന് വിചാരിച്ചത്.
അതുപോലെ അടുത്തത് ഞാനും എനിക്ക് വേണ്ട സൂപ്പിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ എടുത്തു. ആദ്യം എടുത്തത് റൈസ് ന്യൂഡിൽസ് ആയിരുന്നു. നമ്മുടെ റൈസ് ഫ്ലോർ കൊണ്ടുണ്ടാക്കുന്ന ന്യൂഡിൽസാണ് ഇതൊക്കെ. This is also another rice noodle. ഞാൻ ഷെൽ സീ ഫുഡ് ഐറ്റംസ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് അതൊന്നും എടുത്തില്ല. പിന്നീട് ഞാൻ എടുത്ത മഷ്റൂം ആയിരുന്നു. അവർക്ക് പലതരം മഷ്റൂംസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ഈ സൂപ്പിൽ വരുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അതെടുത്തു. അതിന് ശേഷം പോയി എടുത്തത് ഒരു ബുൾസൈ ആയിരുന്നു. അങ്ങനെ നടന്ന് എനിക്ക് കണ്ണിൽ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു. This is too little. ഞാൻ എടുത്ത ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു പോയി അവൾ പരാതി പറയുമായിരുന്നു. കാരണം ലാസ്റ്റ് ടൈം വന്ന് ഇതുപോലെ ഞാൻ സൂപ്പൊക്കെ അവരെ കൊണ്ട് കുക്ക് ചെയ്യിപ്പിച്ചെങ്കിലും എനിക്കത് കഴിച്ചു തീർക്കാൻ പറ്റുന്നില്ലായിരുന്നു. ടേസ്റ്റി ആണെങ്കിലും ഇത് ഒരു കംപ്ലീറ്റ് സൂപ്പായിട്ട് വരുമ്പോഴത്തേക്കും എല്ലാം കൂടെ ഒരുപാട് ക്വാണ്ടിറ്റി ആണ്, നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അവളുടെ നിർബന്ധപ്രകാരം വീണ്ടും കുറച്ച് മഷ്റൂം ആഡ് ചെയ്തു. അവളെടുത്ത പോലെ തന്നെ ഒരു ഫുൾ ന്യൂഡിൽസ് എടുത്തു. പിന്നീട് ലാംബ് മീറ്റ്, എനിക്കിഷ്ടം ലാംബ് മീറ്റ് കഴിക്കാനാണ് ബീഫിനേക്കാളും, അപ്പോൾ ലാംബ് മീറ്റ് ഞാൻ ആഡ് ചെയ്തു. അങ്ങനെ വീണ്ടും ഒരു വലിയ ക്വാണ്ടിറ്റി സൂപ്പിനുള്ളതെല്ലാം ആയി. അങ്ങനെ അതൊക്കെ കൊണ്ട് ഞാൻ കിച്ചണിൽ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ബൗൾ എടുത്തിട്ട് അവരുടെ തനതായ കുറച്ച് സോസുകളൊക്കെ ഉണ്ട്, അതൊക്കെ ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കൊടുത്ത ആ ഒരു എന്താ പറയുന്നത് നമ്മുടെ വെജിറ്റബിൾസും മീറ്റും ഒക്കെ ആയിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിനെയാണ് അവർ ഇതുപോലെ സൂപ്പായിട്ട് കുക്ക് ചെയ്ത് തരുന്നത്. പിന്നെ നമ്മുടെ സീറ്റിംഗ് ഏരിയയിലേക്ക് വരുമ്പോൾ അവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഷൂട്ടിങ് കുറച്ച് അവളുടെ ഒരു സ്പെഷ്യൽ സോസൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അപ്പോഴത്തേക്ക് അവളുടെ സൂപ്പ് വന്നു. ഈ ഒരു ബൗളിലാണ് നമുക്ക് സൂപ്പ് കിട്ടുന്നത്. ഇതുപോലെ ഒരുപാട് ക്വാണ്ടിറ്റി കാണും അത് എന്താ പറയുന്നത് കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക്. അടുത്തത് എൻ്റെ നൂഡിൽ സൂപ്പും അപ്പോഴത്തേക്ക് റെഡിയായി. നമുക്കിവിടെ നമ്മുടെ സൂപ്പ് തരുന്നത് തെറ്റിയൊന്നും പോകത്തില്ല, കാരണം അവർ നമ്പറാണ് വിളിക്കുന്നത്, റെസീറ്റ് നമ്പർ അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഓരോ ആളുകളുടെയും സൂപ്പ് വരുന്നത്. അങ്ങനെ സൂപ്പൊക്കെ വന്നു, ഞങ്ങൾ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ചോപ്പ് സ്റ്റിക്ക് വെച്ച് കഴിക്കാൻ ഇതുവരെയായിട്ടും അറിയത്തില്ല, അതുകൊണ്ട് എപ്പോഴും ഞാനൊരു ഫോർക്ക് എടുക്കും. പിന്നെ ഈ ചോപ്പ് സ്റ്റിക്ക് വെച്ചിട്ടുള്ള ഒരു പയറ്റാറുണ്ട്, അത് ട്രൈ ചെയ്ത് നോക്കും. അതുകൊണ്ട് എപ്പോഴും എൻ്റെ സൂപ്പിനകത്തോ അല്ലെങ്കിൽ ഞാൻ ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോകുമ്പോഴത്തേക്കും എൻ്റെ ബൗളിനകത്ത് സ്പൂണും ഫോർക്കും ചോപ്പ് സ്റ്റിക്കും അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ കാണും. Already success. Once. But already Success and fail. Yeah, this is a life, she told me. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഞാൻ ഓർത്തത് എനിക്കൊരു ഷവർ ജെല്ല് വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ കണ്ടിരുന്നു ഇപ്പോൾ ചീപ്പസ്റ്റ് കെമിസ്റ്റ് എന്നും പറഞ്ഞിട്ടൊരു എന്താ പറയുന്നത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു വെയർഹൗസ് ആയിട്ടുണ്ട്. അവിടെ കുറച്ച് ഡിസ്കൗണ്ട് കാണും സാധനങ്ങൾക്കൊക്കെ. പക്ഷേ ഇത് ന്യൂലി ഓപ്പൺ സ്റ്റോർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അവരൊരു ഈവനിങ് ആയപ്പോഴത്തേക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ ഈ വേറൊരു ബ്രാഞ്ച് ഈ നമ്മുടെ ഹെൻറി സ്ട്രീറ്റിലുണ്ടായിരുന്നു. അത് എപ്പോഴും എനിക്ക് തോന്നുന്നൊരു 8-9 വരെയൊക്കെ കാണും. എന്തായാലും ആ സ്റ്റോർ ക്ലോസ് ആയതുകൊണ്ട് ഓപ്പോസിറ്റിലുണ്ടായിരുന്ന ടെസ്കോ എക്സ്പ്രസ്സിൽ പോയിട്ടാണ് പിന്നെ ഡവിൻ്റെ ഷവർ ജെല്ല് വാങ്ങിയത്. അവിടെ ഷവർ ജെല്ലിൻ്റെ യഥാർത്ഥ പ്രൈസ് 6 point something ആയിരുന്നു. നമുക്ക് അവിടുത്തെ ക്ലബ് കാർഡ്, നമുക്ക് ആപ്പിൽ രജിസ്റ്റർ ചെയ്താൽ ക്ലബ് കാർഡ് കിട്ടും. അതുള്ളത് കൊണ്ട് 3.30 നമുക്ക് ഓഫറിന് ആ ഷവർ ജെല്ല് കിട്ടി. അങ്ങനെ എന്തായാലും സ്പീഡിലൊരു ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ രണ്ടും ഇറങ്ങി. Okay, I will miss you. See you Saturday. Yeah. We will arrive home, message me. Bye. Safe. അങ്ങനെ അവളോട് ബൈ ഒക്കെ പറഞ്ഞ് അടുത്ത സാറ്റർഡേ കാണാം എന്നൊക്കെ ഉള്ള പ്ലാനൊക്കെ ചെയ്തിട്ട് ഞാൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടി എൻ്റെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. എൻ്റെ ബസ് സ്റ്റോപ്പിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ കുറേ പബ്ബൊക്കെ ഉണ്ട്. ഈ പബ്ബ് ഉള്ളത് എനിക്ക് എപ്പോഴും സേഫായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ഈ പബ്ബിനൊക്കെ എപ്പോഴും ഓരോ സെക്യൂരിറ്റീസ് കാണും. അതുകൊണ്ട് ഈ പബ്ബ് ഉള്ളപ്പോൾ ഒരു എക്സ്ട്രാ ധൈര്യമൊക്കെ ഫീൽ ചെയ്യും നമുക്ക് ആ സൈഡിൽ കൂടെ നടന്നു വരുമ്പോഴും. എനിക്ക് പോകാനുള്ള എൻ്റെ ബസ് ഓൾറെഡി വന്ന് കിടപ്പുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് മാത്രമേ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്ത് തരത്തുള്ളൂ. നേരത്തെ ഒന്നും നമ്മളെ അതിൽ കയറാൻ സമ്മതിക്കത്തില്ല. ഇപ്പോൾ 8:30 ബസ്സാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 8:29 മാത്രമേ അവർ ഡോർ ഓപ്പൺ ചെയ്യത്തുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകത ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. അങ്ങനെ കറക്റ്റ് സമയത്ത് ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് തന്നു. ഞങ്ങൾ യാത്രക്കാരെല്ലാം അതിൽ കയറി. ഞാൻ എൻ്റെ വീട്ടിലേക്കും പോയി.
ഡബ്ലിനിലെ കുറച്ച് ഇൻഫോർമേഷൻസൊക്കെ ഞാൻ ആഡ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വ്ളോഗൊക്കെ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, എന്നാൽ താങ്ക് യു സോ മച്ച്.